ഹലോ ഗൈസ്, ഇന്ന് കേരള പിറവി ദിനം. എല്ലാവർക്കും ആശംസകൾ കേട്ടോ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും എപ്പിസോഡ് ആകുമ്പോഴാണ്, ആ ദിവസമാണ് ഞാൻ വീക്കെൻഡ് ആകുമ്പോഴാണ് ഞാൻ എൻ്റെ ഫേസ്, എൻ്റെ ഈ തിരുമോന്ത കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് പ്രധാനമായിട്ടും വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആരാണ് എവിക്റ്റാവെന്ന് അറിയണ്ടേ? നമ്മുടെ സാബുമോനാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. പുറത്തേക്ക് പോയിരിക്കുന്ന സാബുമോനാണ്. നമ്മളത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വോട്ടിങ്ങിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത് സാബുമോനാണ്, ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാബുമോൻ പുറത്തേക്ക് പോകുന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു. പിന്നെ ഇനി ബാക്കിയുള്ള എത്ര പേരാണുള്ളത്? ആകെപ്പാടെ 8 പേരാണ്. ടോട്ടൽ പോകേണ്ടത് 3 പേരാണ് പോകേണ്ടത്. 3 പേരാണ് പോകേണ്ടത്. അപ്പോൾ ഒരാൾ ആദ്യം പോകും എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പോവില്ല. എവിക്ഷൻ, മിഡ് വീക്ക് എവിക്ഷനിലാണ് അവർ പോകുന്നത്. മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേരെ പുറത്തേക്ക് വിടും. കാരണം നെക്സ്റ്റ് വീക്കിൽ ഇവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു എവിക്ഷനും കാര്യങ്ങളും പിന്നീട് ഫിനാലേക്കുള്ള ഡാൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിരിക്കും സാധ്യത. എൻ്റെ ഒരു തോന്നലാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ് വീക്ക് എവിക്ഷനിലായിരിക്കും ആദിലിനെ പുറത്തു വിടുന്നത്. പിന്നെ വേറെ നെക്സ്റ്റ് ആരാണ് പുറത്തു പോകുന്നത് എന്ന് നമുക്ക് യാതൊരു പിടിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷനിലാണ് ഗൈസ്. അപ്പോൾ ആരാണ് പുറത്തു പോകുന്നത്? നെവിൻ പോകുമോ അത് അക്ബർ പോകുമോ? എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാം. നെവിനാണ് എൻ്റെ ടോപ്പ് 5 പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത്. കാരണം നെവിൻ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നു. ആ ഒരു ആഴ്ചത്തെ അഗ്രസീവ്നെസ് കളഞ്ഞു കഴിഞ്ഞാൽ നെവിൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ പക്ഷേ അക്ബർ ടാലൻ്റുള്ള മനുഷ്യനാണ്. അക്ബറിന് കഴിവുണ്ട്. ഈ അക്ബറിൻ്റെ ഈ കഴിവ് കൊണ്ട് കളഞ്ഞത് ഈ ആവശ്യമില്ലാതെ നമ്മുടെ അനുമോളുമായിട്ടുള്ള ഗ്രഡ്ജിൻ്റെ ഭാഗവും, പിന്നെ ആദ്യം ഗ്രൂപ്പ് ഉണ്ടാക്കി അതും, എന്നിട്ട് അനുമോളുമായിട്ടുള്ള ഗ്രഡ്ജ് ഉണ്ടാക്കി. അനുമോളെ നല്ലൊരു പാട്ടുകാരൻ, നല്ല വിവരവും ബോധവുമുള്ളൊരു പാട്ടുകാരൻ, പാരടി മാത്രം പാടി ആൾക്കാരെ എന്താ പറയുക വെറുപ്പിച്ച് കളഞ്ഞു. അല്ലാണ്ട് അയാൾ കഴിവില്ലാത്തൊരു മനുഷ്യനല്ല അക്ബർ. അപ്പം പക്ഷേ അതുകൊണ്ട് അക്ബർ തന്നെ നിൽക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം നല്ലോണം ഗെയിം കളിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിൽക്കണം. പക്ഷെ നെവിനും നല്ലതായിട്ട് കളിക്കും, അക്ബറും നല്ലതായിട്ട് കളിക്കും. ടിക്കറ്റ് ഫിനാലിൽ നൂറ കയറിയില്ലായിരുന്നെങ്കിൽ നൂറ നേരത്തെ പുറത്തു പോകേണ്ട ഒരാളായിരുന്നു. പക്ഷേ ഭാഗ്യവും നല്ല കഴിവും ആ ഒരാഴ്ച വളരെ എന്താ പറയുക ഭയങ്കര ഒരു ഗെയിം സ്പിരിറ്റോടുകൂടി ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് കളിച്ചത് കൊണ്ടാണ് നൂറ ടോപ്പ് 5 വന്നത്. അപ്പോൾ അവർ 3 പേരും ആദ്യം നമ്മൾ പറഞ്ഞ 1, 2, 3 ടോപ്പ് 3 എന്നുള്ളത് അവർ നെഗറ്റീവ് ആയില്ലെങ്കിൽ അവർ 3 പേരും നിലനിൽക്കും. അതുപോലെ നൂറയും കൂടി ആകുമ്പോൾ 4 പേര്. പിന്നെ ഒരാൾ കൂടി വേണത് നെവിനാണോ അതോ അക്ബറാണോ? അത് നിങ്ങളെപ്പോലെ ഞാനും കൺഫ്യൂഷനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നെവിൻ വരാനാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. നെവിൻ ടോപ്പ് 5 വരണമെന്നാണ് എനിക്കിഷ്ടം. പക്ഷേ അക്ബറും വന്നാലും പ്രശ്നമില്ല. കാരണം നെവിൻ ഔട്ടായിട്ട് അക്ബർ വന്നാൽ ഒരു വിഷമം തന്നെയാണ്. കാരണം നെവിൻ ടോപ്പ് 5 പറ്റുന്ന ഒരാളാണ്. എൻ്റർടൈൻ ആ ഒരാഴ്ച അല്ലാതെ ഒരു 2 വീക്സ് അല്ലാത്ത സമയത്തെല്ലാം നെവിൻ നന്നായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ പ്രൊമോ ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ പ്രൊമോയിൽ ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ട് ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ എല്ലാവരുടെ പ്രണയത്തിൻ്റെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനീഷേട്ടൻ്റെ ചിരിയുണ്ടില്ലേ, കൊച്ചു കള്ളൻ ചിരിക്കുന്നുണ്ടല്ലേ? അതിനൊക്കെ അനുമോളി ചിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ കൃത്യമായിട്ടുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടെന്നാണ് നമ്മുടെ അനുമോള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾക്ക് ഇഷ്ടമുണ്ടായിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷേ പ്രൊമോ കണ്ടിട്ട് ഞാൻ ഒന്നും പറയാനായിട്ട് ആളല്ല. കാരണം പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ്. കാരണം പ്രൊമോ അവരുടെ TRP കൂട്ടാൻ വേണ്ടി അവർ പലതും ചെയ്യും, പലതും കാണിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ വെച്ചിട്ട് ഒരു വീഡിയോ ഇടേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് സത്യം ഏതാണ് അസത്യം എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം നമുക്കതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ സാബുമാനാണ് പുറത്തേക്ക് പോകുന്നത്. സാബുമാൻ പുറത്ത് പോയി എന്നുള്ളത് കൺഫേംഡ് ആണ്. പിന്നെ അടുത്ത ഒരാൾ ആദില, മിഡ് വീക്കിലാണ് ആദില പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 പേരുണ്ട്, അക്ബറോ നെവിൻ, ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ആര് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം. കാരണം ആരാണ് പോകുന്നത് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. 2 പേരും നല്ല കളിക്കാരാണ്. അപ്പോൾ ഈ പ്രൊമോയ്ക്കകത്ത് പറഞ്ഞ കണക്ക് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ എന്താണ് ചോദിക്കുന്നത്? അനീഷേ എന്താണ് പ്രണയമൊക്കെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നത്.
ചോദിക്കുന്ന പനീഷ് പറഞ്ഞു എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അക്ബറും അറിയാത്ത 3 പേരാണ് ഇവിടെ ഉള്ളത്, അക്ബർ, നെവിൻ, അതുപോലെ തന്നെ സാബുമൻ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് കൈയടിക്കുന്നത്, ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ കളിയാക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് മൊമെൻ്റ് ആണ്. വളരെ റൊമാൻസ് ഒരു മൂഡാണ് നമ്മുടെ എപ്പിസോഡ്. ലാലേട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അത് മൂവി ആയാലും നമ്മൾ ശ്രദ്ധിച്ചാലേ, നമ്മളൊക്കെ കുഞ്ഞുനാളിലെ കാണാൻ തുടങ്ങിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങനെയുള്ള റൊമാൻസ് കാര്യങ്ങളൊക്കെ കേൾക്കാനും പറയാനും ഇതൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് എന്താ പറയുക, ഒന്ന് ചീറപ്പ് ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഭയങ്കര ഒരു റൊമാൻറ്റിക് ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഗുരുവായൂർ അമ്പല നടയിൽ എനിക്ക് വരാനുള്ള ഒരു അവസരമുണ്ടോ, എന്നെ വിളിക്കുമോ, ഞാൻ വരട്ടെ, എനിക്ക് വരാനുള്ള ഒരു അവസരമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. കാരണം ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് അവർക്കും ഒക്കെ ഇഷ്ടമാണ് എന്നുള്ളത്, നമ്മളെപ്പോലെ അവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടപ്പെടേണ്ട രണ്ടുപേരും ഇഷ്ടപ്പെടണ്ടേ, ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട്, അതെല്ലാം കറക്റ്റാണ്. പക്ഷേ നമ്മൾ ആശ കൊടുത്താലും ആശ കൊടുക്കരുത്. ഇനി എപ്പോഴും തെറ്റിക്കൂലേ, സത്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയും, ആശ കൊടുത്താലും ആന കൊടുക്കില്ല, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. എനിക്ക് എപ്പോഴും തെറ്റിപ്പോകട്ടെ, ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എപ്പോഴും തെറ്റിപ്പോണം. അപ്പോൾ നമ്മൾ ആന കൊടുത്താലും ആർക്കും ആശ കൊടുക്കാതിരിക്കുക, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും സീരിയസ് ആയിട്ടുള്ള മനുഷ്യന്മാരെ പറ്റിക്കാതിരിക്കുക. നമ്മൾ ഈ പൂവാലന്മാരെ പോലെ പല പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ പറ്റിക്കുകയോ അവരെയൊക്കെ എന്താ പറയുന്നത് തേച്ചൊട്ടിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ മനമര്യാദയ്ക്ക് ജീവിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പരസ്പരം നിങ്ങൾ പറ്റിക്കാതിരിക്കുക. കാരണം എപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ജെന്യുവിനായിട്ട് സ്നേഹിക്കുക. നമുക്കെപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സിൻസിയർ ആയിരിക്കണം. അല്ലാണ്ട് സ്നേഹത്തിനകത്തൊരു കള്ളത്തരമോ അഭിനയമോ ഒരു കപടതയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എന്തായാലും അനിമോളുടെയും അനീഷേട്ടൻ്റെയൊക്കെ കാര്യം നമുക്ക് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ആർക്കെങ്കിലും ഞാനിങ്ങനെ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടാൽ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ സോറി കേട്ടോ, നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കള്ളം പറഞ്ഞിട്ട് തംബ്നെയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ ടൈറ്റിൽ ഇട്ടിട്ടോ ഒന്നും എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എന്ത് കാര്യമാണോ പറയാൻ പോകുന്നത്, എനിക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് മാത്രമാണ് തംബ്നെയിൽ ഇടുന്നത്. ചില ആൾക്കാർ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തംബ്നെയിൽ ഇടുന്നത് പിന്നെ ലോകത്തൊന്നും ഇല്ലാത്ത നമ്മൾ ഇതുവരെ സ്വപ്നം കാണാത്ത കാര്യമായിരിക്കും തംബ്നെയിൽ ഇടുന്നത്. പക്ഷെ പറയുന്നവർ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇല്ല പിന്നെ അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അതേപോലെയാണ് പല യൂട്യൂബേഴ്സും തംബ്നെയിൽ ഇടും, എന്നിട്ട് മനുഷ്യന്മാരെ പറ്റിക്കും. തംബ്നെയിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും ഒക്കെ പോയി ക്ലിക്ക് ചെയ്യും, ഒരു വ്യൂ കിട്ടും. അങ്ങനെ വ്യൂ കിട്ടാൻ വേണ്ടി കള്ളത്തരം കാണിക്കുന്ന ഒരു ഏർപ്പാടേ എനിക്കില്ല. പറയാനുള്ളത് എൻ്റെ നിലപാടുകൾ സത്യമായിട്ട് കൃത്യമായിട്ട് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് പറയുക തന്നെ ചെയ്യും. എൻ്റെ നിലപാടുകൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്നെ കാണുന്നവരാണ് തീരുമാനിക്കുന്നത്. എൻ്റെ നിലപാടുകൾ എൻ്റെ ശരിയായിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. പിന്നെ കണ്ട കാര്യം ഒരിക്കലും കാണാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല. കണ്ട കാര്യം മാത്രവും കണ്ടെനിക്ക് ബോധ്യമായിട്ട്, അത് വേറൊരാൾ പറഞ്ഞു തന്ന കാര്യമോ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളൊന്ന് വീഡിയോ ഇടും എന്ന് പറയുന്ന കാര്യമാണ്. അത് കണ്ട് നമുക്ക് ബോധ്യമായതിനു ശേഷം മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ഏത് വീഡിയോസ് ആയാലും ഞാൻ അങ്ങനെ ഇടാറുള്ളൂ. ലൈഫിലായാലും ഞാൻ അങ്ങനെയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് അഡ്വക്കേറ്റ് ആണ്, പ്രൊഫഷണൽ ലൈഫിലും ഞാൻ അങ്ങനെയാണ്, എൻ്റെ കലാജീവിതത്തിലും ഞാൻ അങ്ങനെയാണ്. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യം മാത്രമാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വിശ്വസിക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നോട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ സീസൺ കഴിയുകയാണ്. പിന്നെ അതിനുശേഷം നമ്മളുടേതായിട്ടുള്ള കുറേ നമ്മൾ തന്നെ കണ്ടന്റ് ഉണ്ടാക്കും, സ്കിറ്റുകൾ, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, ട്രാവൽ വ്ളോഗ്സ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വീഡിയോസ് എത്തിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അയ്യോ എന്തിനായിരുന്നു വേണ്ടായിരുന്നു എന്നൊരു തോന്നലൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയുക. പിന്നെ നമുക്കൊരു ന്യൂസ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ന്യൂസ് ചാനലിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം, ഡിസ്ക്രിപ്ഷനിൽ പിന്നീട് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ന്യൂസ് ചാനൽ ചെയ്തില്ല, ഇനിയിപ്പം ഒരാഴ്ച കഴിയുമ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ ഞാൻ അതിൽ നിന്ന് ഫ്രീ ആവുമല്ലോ, അപ്പം ഞാൻ ന്യൂസും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എന്തായാലും നമ്മുടെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 ലാസ്റ്റ് 13ാമത്തെ വീക്കിൽ പുറത്താകുന്നത് നമ്മുടെ സാബുമാൻ തന്നെയാണ്. നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം യൂട്യൂബേഴ്സ് ഇതൊന്നും പറയാൻ പാടില്ല എന്നൊക്കെയാണ്. പിന്നെ എന്നെ പിടിച്ച് പിന്നെ കേസിലാക്കി കഴിഞ്ഞാൽ ഞാൻ അത്രയും ഫേമസ് ആവില്ല. ഞാൻ ഈ ഫേമസ് ആവാൻ വേണ്ടി നടക്കുവാണ്. എനിക്കാണെങ്കിൽ ഈ നെഗറ്റിവിറ്റി വെച്ചിട്ട് ഫേമസ് ആവാനും പറ്റണം. എന്തായാലും എനിക്ക് ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പറ്റുവാണെങ്കിൽ പോവാം. അറിയില്ല നമ്മളെ നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നമുക്ക് ആരോഗ്യമുണ്ടോ, നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. നെക്സ്റ്റ് ഇയറെങ്കിലും പോകണം എന്ന്
വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബിഗ് ബോസ് എന്താണെന്ന് കാണുന്നത്. പിന്നെ കണ്ടു പഠിക്കാനൊന്നും ബിഗ് ബോസ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു റിയൽ നേച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ നമ്മൾ ആ ക്യാരക്ടറിനുള്ളിൽ നിന്ന് തന്നെ നമുക്കൊരിക്കലും അഭിനയിച്ച് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല. എന്നെക്കൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ ഒരുപാട് സംസാരിക്കണം. പക്ഷേ കുറച്ച് മറ്റുള്ളവർ പറയും എന്നെ കുലസ്ത്രീ എന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ വലിയ കുലസ്ത്രീ എന്നൊന്നുമല്ല. നമ്മളുടേതായിട്ടുള്ള കുറച്ച് നമ്മൾ കുടുംബത്തിൽ നിന്ന് നമ്മൾ അവനെ വീട്ടിൽ നിന്ന് പണ്ട് തൊട്ട് ശീലിച്ച കുറേ ശീലങ്ങളുണ്ടല്ലോ. ആ ശീലങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്കിനി ഒരിക്കലും പോകാൻ പറ്റില്ല. പണ്ട് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഈ പെൺകുട്ടികളൊക്കെ കള്ളൊക്കെ മദ്യപൊക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, സത്യം പറഞ്ഞാൽ എനിക്കൊരു കൊക്കക്കോള പോലും കുടിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല, അതാണ് എൻ്റെ ഒരു പ്രശ്നം. കൊക്കക്കോള പോലും കുടിച്ച് ഞാൻ ഒരു പ്രാവശ്യം കുടിച്ചിട്ട് മൂക്കിൽ കൂടെ ഒക്കെ വരുന്നതായിട്ട് തോന്നി ഭയങ്കര പ്രശ്നമായി. അപ്പം ഞാൻ അങ്ങനെ നമ്മുടെ ഒരു കുറച്ച് ശീലങ്ങളുണ്ടല്ലോ, അത് കുടിക്കുന്ന മോശം, എല്ലാം മദ്യപിക്കുന്നത് മോശമാണെന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളുടേതായിട്ടുള്ള കുറച്ച് ആ ഒരു ശീലങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയാത്ത ഒരു സ്വഭാവം. പിന്നെ നിലപാടുകൾ കൃത്യമായിട്ട് പറയും. നിലപാടുകൾ ആരുടെ മുന്നിലും പറയാൻ പേടിയില്ല. എൻ്റെ നിലപാടുകൾ എന്ത് തന്നെ ആയാലും അത് എൻ്റെത് മാത്രമേ ശരിയായിരിക്കും. എൻ്റെ ശരി കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാം. മേ ബി അത് ഇപ്പോൾ സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യനും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് മറ്റുള്ളവർക്ക് അത് കറക്റ്റ് ആവണമെന്നില്ല, അത് എൻ്റെത് മാത്രമാണ്. ചില ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി. ഇപ്പം ഞാനൊരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ വരുന്ന കുറച്ച് പേരെങ്കിലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്മു പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ എന്നോട് യോജിപ്പുള്ളവരുണ്ട്. ചില ആൾക്കാർ പറയും നിങ്ങൾ പറഞ്ഞ അങ്ങനെയല്ലായിരുന്നു പറയുന്നത്, നിങ്ങൾ മറ്റേ ആളിനെ കുറിച്ച് വെളുപ്പിക്കാൻ വേണ്ടി പറയല്ലേ, നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ചിന്ത തോന്നലാണ്. എൻ്റെ തോട്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അല്ലാണ്ട് ആരെയും കുറ്റം പറയാനല്ല, എൻ്റെ തോന്നലുകൾ ചിലപ്പോൾ അത് ശരിയാവാം, ചിലപ്പോൾ തെറ്റാവും. ശരിയെന്ന് ഞാൻ ഒരിക്കലും 100% ശരിയെന്ന് വാദിക്കാനും ഞാനില്ല. അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനെ ഞാൻ ഖണ്ഡിക്കാനുമില്ല. ചിലപ്പോൾ ചിലവരുടെ നോട്ടത്തിൽ അതിന് പല കാര്യങ്ങൾക്കും പിശകുണ്ടാവാം അല്ലേ. എല്ലാ മനുഷ്യൻ്റെയും കാര്യം അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഒരു ക്യാരക്ടർ എന്നനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് കുറച്ച് അപ്പോൾ എന്നെ ആൾക്കാർ കുലസ്ത്രീ എന്ന് വിളിക്കും. കാരണം കുലസ്ത്രീ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ല ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് അനുമോളെ മറ്റുള്ളവർ വിളിക്കുന്ന പോലെ നമ്മൾ എന്താ പറയുക, ഒരു മോഡേൺ കുലസ്ത്രീ എന്നൊക്കെ പറയാൻ തോന്നുന്നു. ഒരു മോഡേൺ കുലസ്ത്രീ. കാരണം മോഡേൺ ഡ്രസ്സുകൾ ഇടും. മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വൾഗാരിറ്റി ഇല്ലാത്ത മനുഷ്യൻ്റെ മനം മറഞ്ഞ് കിടക്കുന്ന ശരീരം മറഞ്ഞ് കിടക്കുന്ന ഡ്രസ്സുകൾ, കുറച്ച് ജീൻസ് ടോപ്പ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചോളം ഞാനതാണ് മോഡേൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു മോഡേണിറ്റി. പിന്നെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ലൈസൻസ് എടുക്കാൻ പറ്റിയ അന്ന് മുതൽ ഞാൻ കാർ ഓടിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് എന്നെ മോഡേൺ എന്ന ആൾക്കാർ കാറിനകത്ത് മാത്രമേ കയറൂ, കാറിലെ അവർ എന്നെ കണ്ടിട്ടുള്ളൂ, കാറിൽ സഞ്ചരിക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കാൻ പോണ സമയത്ത് കാർ ഓടിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ മോഡേണായിട്ട് ചിന്തിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പിന്നെ പൊതിഞ്ഞ് കെട്ടി ചുരിദാറും ഒക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ട് നടക്കുമ്പോൾ അവർ പറയും കുലസ്ത്രീ എന്ന് വിളിക്കും. ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് പിന്നെ ഇതായിട്ട് പോകുമ്പോഴാണ് എന്നെ കുലസ്ത്രീ എന്ന് വിളിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷേ പുരോഗമന കുലസ്ത്രീയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പുരോഗമന കുലസ്ത്രീയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഡ്രഗ്സ് അടിക്കാനോ കഞ്ചാവ് അടിക്കാനോ മദ്യപിക്കാനോ സിഗരറ്റ് വലിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ തിണ്ടിത്തരവും നമുക്ക് പറയാനൊക്കെ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. പിന്നെ ആരെയും ഭയമൊന്നുമില്ല. മുകളിൽ ആകാശം താഴെ ഭൂമി. നാളെ ചത്ത് വീണാൽ എനിക്ക് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അനുമോളല്ല നമ്മുടെ രേണുവിനെ കുറിച്ച് പറഞ്ഞപ്പം എന്നെ എന്താണ്ട് ശരിയാക്കും, വെട്ടിക്കൊല്ലും, മറ്റേത് കൊല്ലും, എന്നെ മറ്റേത് മറിച്ചതൊക്കെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും ആരും പേടിയില്ല. നമ്മളെ ഇവിടെ വട്ടൂർക്ക് അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്താൽ മതി. അഡ്വക്കേറ്റ് അനക്ക് അടിച്ചു നോക്കിയാൽ എൻ്റെ ഫോൺ നമ്പർ വരെ എവറിത്തിങ് ഈസിയർ. അപ്പോൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്നെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട്. പിന്നെ എന്നെ അഡ്വക്കേറ്റ് ആണല്ലോ, ഒരു വക്കീലാണല്ലോ. വക്കീൽ പണി 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷമാണ് വക്കീൽ പണി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കും. നമുക്ക് രാത്രി എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഇനി ഉച്ചയ്ക്ക് ചോറുണ്ണാനൊക്കെ നേരമായില്ലേ. അപ്പോൾ എല്ലാവരും പോയി ചോറൊക്കെ ഉണ്ട് നല്ല ഫ്രഷായി സന്തോഷമായിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് ഓഫീസ് വർക്കൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം വരിക. നമുക്ക് രാത്രിയിൽ ബിഗ് ബോസിൻ്റെ എപ്പിസോഡൊക്കെ കാണാം. എന്നിട്ട് നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയേണ്ട. നമ്മുടെ സാബുമാനാണ് എവിക്റ്റ് ആയത്. അതിനുശേഷം അതിൽ എവിക്റ്റ് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതിൽ എവിക്റ്റ് ആവുന്നു നോക്കാം. ഇന്നും എന്തായാലും ഇത് എവിക്റ്റ് ആവത്തില്ലെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അവിടെ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ബിഗ് ബോസിലേക്ക് പോകാനുള്ള ശ്രമമാണ്. പക്ഷേ ഈ ആൾക്കാർ തന്നെയാണ് അടുത്ത വർഷത്തേക്ക് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇച്ചിരി നിങ്ങളൊന്നും തന്നെ ഒന്ന് സെലിബ്രിറ്റി ആക്കിയെങ്കിലല്ലേ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ പറ്റും. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യൂ ഗായ്സ്. അപ്പോൾ ഓക്കെ,